സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ തീരുമാനം സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സംഘർഷം വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ഒന്നുമില്ല, അതെല്ലാം അവസാനിച്ച കാര്യമില്ല, നടപ്പിലാക്കുകയും ചെയ്തു. അതൊന്നും കേരളത്തിലൊരു വിഷയമൊന്നുമില്ല, പാർട്ടിയുടെ വിഷയമൊന്നുമില്ല. അപ്പം അത് തീരുമാനിച്ച് നടപ്പിലാക്കിയില്ല. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല വളരെ ഗൗരവമുള്ളതാണ്. ആ ഉന്നത വിദ്യാഭ്യാസ മേഖല എല്ലാ കാലത്തും സംഘർഷഭരിതമായി മുമ്പോട്ട് പോകുന്നത് ഒരിക്കലും വിദ്യാർത്ഥികൾക്ക് സഹായകരമായതല്ല. അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ ചില സാഹചര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നു, അത് അവസാനിപ്പിക്കണം എന്നൊരു നിലപാട് പൊതുവെ എടുത്തു. സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടായി. ദില്ലിയിൽ നിന്ന് അബ്ദുൾ റഷീദ് ചേരുകയാണ്. റഷീദ്, എന്തൊക്കെയാണ് TP രാമകൃഷ്ണൻ വ്യക്തമാക്കിയത്? ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട സിസ തോമസിനെ നിയമിച്ചതിൽ വലിയ വിവാദമുണ്ടാക്കാനുള്ള ശ്രമം ചില കേന്ദ്രങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. ഇതിലാണ് ഇപ്പോൾ LDF കൺവീനർ TP രാമകൃഷ്ണൻ ഒരു കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരത്തിൽ സംഘർഷങ്ങൾ നിലനിന്നു പോകുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയെ വലിയ തോതിൽ ബാധിക്കും. അത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ എടുക്കേണ്ടത് സർക്കാരിൻ്റെ കൂടി ഉത്തരവാദിത്വമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം VC നിയമനത്തിലുള്ള നടപടികൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ വിഷയം ഏതെങ്കിലും തരത്തിൽ വിവാദമാവുകയോ സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള പരോക്ഷമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് LDF കൺവീനർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ തീരുമാനമെടുത്തിരിക്കുന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. അതുകൊണ്ട് ഈ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇനിയും പുകക്കേണ്ടതില്ല എന്നുള്ള ഒരു നിർദ്ദേശം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ചില വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം ചില കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നാം ഉണ്ടാവുകയും ചെയ്തു. പ്രത്യേകിച്ചും ഈ സിസ തോമസുമായി ബന്ധപ്പെട്ട ചില പ്രതിസന്ധികൾ നേരത്തെ ഉണ്ടായിരുന്നു. അതിലടക്കം കടുത്ത വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തന്നെയും ചില രാഷ്ട്രീയ തരത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളാണ്. പക്ഷേ ഇത്തരം പ്രതിസന്ധികൾ വിദ്യാർത്ഥികളുടെ ഭാവിയെ തുലക്കുന്ന സാഹചര്യത്തിലേക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിലേക്ക് ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ TP രാമകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത്.